ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ മഹേന്ദ്രനും ലക്ഷ്മിയും അവിടെ വന്നിട്ട് പൂജാരിയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ തിരിച്ചു കിട്ടി, അതുകൊണ്ട് ദയവ് ചെയ്ത് അവളുടെ പേരിൽ ഈ ഒരു അർച്ചനയും പൂജയൊക്കെ നടത്തണമെന്ന്. ആ സമയത്ത് മേഘ ദേഷ്യത്തോടെ പൂജാരിയോട് പറയാണ്, അതായത് മഹേന്ദ്രനോടും ലക്ഷ്മിയോടുള്ള ദേഷ്യം കൊണ്ട് പൂജാരിയോട് പറയാണ്, ആദ്യം ഞങ്ങളാണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അർച്ചനയും പൂജയും വഴിപാടും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ പൂജാരി ആകെ വലയാണ്. അപ്പോൾ അയാൾ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നേ ഇവരാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടേത് ചെയ്താൽ മതിയോ എന്ന്. അപ്പോൾ മഹേന്ദ്രനും പറയാണ്, ആയിക്കോട്ടെ, അവരത് ആദ്യം കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേഘയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന പൂജയാണ് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം തന്നെ ആ ഒരു പൂജയൊക്കെ നടത്തിയതിന് ശേഷം അവൾക്ക് ഒരു പട്ടുസാരി മേഘയെ മുത്തശ്ശി ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ കഴുത്തിലൊരു മാല അണിഞ്ഞതിന് ശേഷം ഒരു കുടം പോലത്തെ ഒരു സാധനത്തിൽ ഇത് വെള്ളം കൊടുത്തിട്ട് അത് പറയുന്നുണ്ട്, അമ്പലം ഒന്ന് വലം വെച്ച് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മേഘ ആ ഒരു കാര്യങ്ങളൊക്കെ ആരതിയും മുത്തശ്ശിയും കൂടെ നടന്നിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. മാത്രമല്ല, വഴിപാട് നടത്തിയ പൂജയുടെ പ്രസാദമൊക്കെ അവർക്ക് വെച്ച് കൊടുത്തതുപോലെ തന്നെ പൂജാരി മഹേന്ദ്രൻ ലക്ഷ്മിക്കും അതും നേരെ നീട്ടുന്നുണ്ടായിരുന്നു. അവരും അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. മേഘ അവിടെ നടത്തിയിരുന്ന ഓരോ അർച്ചനയും കാര്യങ്ങളൊക്കെ കഴിയുന്നതുവരെ മഹേന്ദ്രൻ ലക്ഷ്മിയും ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ മേഘയുടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷമാണ് മഹേന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന പൂജാ സാധനങ്ങൾ പൂജാരി ചോദിച്ചു വാങ്ങിക്കുന്നത്. അപ്പോൾ ചന്ദ്രികയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ കൊടുക്കുന്നത്. ആ സമയത്ത് മേഘയും ജാനകിയും ഒക്കെ അവിടുന്ന് പോകുന്നുണ്ട്. ചന്ദ്രികയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം അവരുടെ ആ ഒരു പ്രാർത്ഥന പൂജയും കഴിഞ്ഞതിന് ശേഷമാണ് ലക്ഷ്മിയും മഹേന്ദ്രനും അങ്ങോട്ടേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത്. അതേസമയം ഓഫീസിലാണ് ചന്ദ്രിക ഉണ്ടായിരുന്നത്. അവളുടെ ക്യാബിനിൽ മേഘ ഉണ്ടായിരുന്നില്ല, ചന്ദ്രിക സ്വന്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് മനീഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മനീഷ് വന്നപ്പോൾ തന്നെ മേഘയുടെ സീറ്റിലേക്ക് നോക്കുകയാണ്. മേഘ അവിടെ ഇല്ലയെന്ന് കണ്ട സമയത്ത് ചന്ദ്രിക വേഗം മനീഷിനെ ക്ഷണിക്കുന്നുണ്ട്. ഹായ് മനീഷ് എന്നൊക്കെ പറയാണ്. അകത്തേക്ക് ക്ഷണിച്ച സമയത്ത് മനീഷ് മേഘയുടെ സീറ്റിലേക്ക് നോക്കുകയാണ്. അത് മനസ്സിലായിട്ടെന്നോണം ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്താ മനീഷ് പറ. അപ്പോൾ മനീഷ് മേഘയുടെ സീറ്റിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, മേഘ വന്നിട്ടില്ലേന്ന്. ഇല്ല, മേഘ ഇന്ന് രാവിലെ തൊട്ടേ വന്നിട്ടില്ല. അപ്പോൾ നാളെ വരുമായിരിക്കും അല്ലേ എന്ന് മനീഷ് ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ വരുമായിരിക്കും, ചന്ദ്രിക പറയാണ്. അപ്പോൾ മനീഷ് അവിടെ നിന്ന് പോവാണ്, തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പിന്നീട് വീണ്ടും വിളിക്കുന്നുണ്ട്, മനീഷ്. അപ്പോൾ മനീഷ് തിരിഞ്ഞു നോക്കുകയാണ്. അല്ല, നിങ്ങളുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെന്തായി? അവനെ കണ്ടുകിട്ടിയോ? അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, അതെന്നോ കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, മേഘയ്ക്ക് മോഷ്ടിച്ചവൻ്റെ CCTV ഫുട്ടേജും കാണിച്ചു കൊടുത്തതാണ്. അത് കേട്ടത് ചന്ദ്രികയ്ക്ക് ആശ്ചര്യമാവുന്നുണ്ട്. പക്ഷേ ആ കള്ളനെ ഇതുവരെ പോലീസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ? അപ്പോൾ നിങ്ങളെല്ലാം മോഷ്ടിച്ചതെന്ന് മേഘയ്ക്ക് മനസ്സിലായില്ലേ? അത് കേട്ടതും മനീഷ് തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, മേഘയ്ക്ക് സത്യം മനസ്സിലായിട്ടും മേഘ എന്താ പിന്നെ നിങ്ങളെ ജോലിയിലേക്ക് തിരിച്ചെടുക്കാത്തത്? അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, അതാണ് ചന്ദ്രിക എനിക്കും മനസ്സിലാവാത്തത്. ഞാൻ പണം എടുത്തിട്ടില്ലാന്ന് മേഘയ്ക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അവൾ എന്നെ ജോലിയിലേക്ക് തിരിച്ചെടുക്കുന്നില്ല. അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, ഒരുപക്ഷെ പണം മോഷ്ടിച്ചവനെ മേഘയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിന്നാൽ അവൾ എന്നെ തിരിച്ച് ജോലിയിലേക്ക് എടുക്കുമായിരിക്കും. അപ്പോൾ ചന്ദ്രിക സംശയത്തോട് ചോദിക്കുകയാണ്, ശരി, നിന്റെ പണം മോഷ്ടിച്ച അയാൾ ആരാണ്? അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, ഞാൻ വീഡിയോ കാണിച്ചു തരാം. എന്നിട്ട് മൊബൈലിൽ നിന്നും CCTV വിഷ്വൽ ചന്ദ്രികയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മനീഷിൻ്റെ ഫോൺ ചന്ദ്രികയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക നോക്കുന്ന സമയത്ത് മേഘയുടെ അച്ഛനായിരുന്നു പണം മോഷ്ടിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ അത് തന്നെ നോക്കിക്കൊണ്ടും മനീഷിനോട് പറയുന്നുണ്ട്, ഞാൻ ഇയാളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണോ? എന്നാൽ ഒന്ന് ആലോചിച്ചിട്ട് പറയാമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അയാളെ പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മനീഷ് ആവേശത്തോടെ പറയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് ഒന്നുകൂടെ അയാളെ തന്നെ നോക്കുന്നുണ്ട് ഫോക്കസ് ചെയ്തിട്ട്. അപ്പോൾ എന്നിട്ട് അവൾ വീണ്ടും സംശയത്തോടെ പറയാണ്, തീർച്ചയായിട്ടും ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ അയാളെ നോക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ സൂം ചെയ്ത സമയത്ത് ചന്ദ്രികയുടെ കൈ തട്ടിയിട്ട് നെക്സ്റ്റ് പേജിലേക്കാണ് ഫോൺ പോയത്. അതിനടുത്തുണ്ടായിരുന്ന ഫോട്ടോ മനീഷും മേഘയും കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു. അവർ സ്നേഹത്തോടെ മുട്ടിയിരുമി നിൽക്കുന്ന ഫോട്ടോ. അത് കണ്ട സമയത്ത് ശരിക്കും ചന്ദ്രിക ഷോക്കായി പോവാണ്. മനീഷിനാണെങ്കിൽ അത് മനസ്സിലായതുമില്ല. ചന്ദ്രിക മനീഷിനെ ആദ്യം ഒന്ന് നോക്കുന്നുണ്ട്. വീണ്ടും ആ ഫോട്ടോ തന്നെ സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. മനീഷ്, എന്താ ഇത്? മേഘയായിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത്? നിങ്ങൾക്കും മേഘയ്ക്കിടയിൽ അങ്ങനെ എന്താ ഉള്ളത്? അത് കേട്ട സമയത്ത് മനീഷ് ശരിക്കും ഞെട്ടുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു ഫോട്ടോ ചന്ദ്രിക കാണുന്നുള്ളത് അവൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചന്ദ്രിക അങ്ങനെ ചോദിച്ചപ്പോൾ മനീഷിന് ഉത്തരവൊന്നും ഇല്ലായിരുന്നു. അവനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങളെ ഞാനൊരു നല്ല മനുഷ്യനായിട്ടാണ് തെറ്റിദ്ധരിച്ചത്, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല.
ചന്ദ്രിക പറയുന്ന ഓരോരോ വാക്കുകളും മനീഷ് ഒന്നും തിരിച്ചു പറയാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മേഘ നിങ്ങളുടെ മുതലാളിയാണ്, അങ്ങനെയുള്ള മേഘയ്ക്കൊപ്പം നിന്നിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുത്തിരിക്കുകയാണോ? ചന്ദ്രിക എന്തൊക്കെ പറഞ്ഞിട്ടും മനീഷ് ഒന്നും പറയാതെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മേഘയ്ക്കൊരു കുട്ടിയുണ്ട് എന്ന് അറിഞ്ഞിട്ടും മേഘയ്ക്കൊപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തു എന്ന് വെച്ചാൽ തീർച്ചയായും അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല. നിങ്ങൾ മേഘയെ മയക്കി അവളെ കൂടെ നിന്നിട്ട് ഇങ്ങനെയുള്ള മോശം ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവളുടെ ജീവിതത്തിൽ വലിഞ്ഞു കയറാനാണ് ആഗ്രഹിക്കുന്നത്. അവസാനം മനീഷ് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ആണുങ്ങളും ഞങ്ങൾ തന്നെ നല്ല ആണുങ്ങളെന്നാണ് പറയുക. ആദ്യം നിങ്ങൾ ഇവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോ. ഇനി മേലെ ഞാൻ നിങ്ങളെ മേഘയുടെ കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പ്രതികരിക്കുക. അപ്പോൾ മനീഷു ആകെ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അവൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾ ഒന്നും പറയണ്ട. ഒരു പെണ്ണിനെ പ്രാപിച്ചിട്ട് അവളെയൊക്കെ സ്വന്താക്കണമെന്ന് വിചാരിക്കുന്ന നിങ്ങളൊന്നും ഒരു മനുഷ്യനല്ല. ചന്ദ്രികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ചന്ദ്രിക അങ്ങനെയൊക്കെ മോശമായിട്ട് പറയുന്ന സമയത്ത് മനീഷിന് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൻ കൂടെ പറയുന്നുണ്ട്, ചന്ദ്രിക ഒരു നിമിഷം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങളിനി ഒന്നും പറയണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. ഇനി ഒന്നും പറയാൻ നിൽക്കേണ്ട. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വേണ്ട. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. അപ്പോൾ മനീഷ് ദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ പറയുന്ന ഒന്നും കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണോ? ഞാൻ മേഘയെ പറ്റിക്കുകയോ അല്ലെങ്കിൽ ചതിക്കാൻ ഉദ്ദേശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ ഫോട്ടോൻ്റെയൊക്കെ അർത്ഥം എന്താ? അപ്പോഴാണ് മനീഷ് ആ സത്യങ്ങൾ ചന്ദ്രികയോട് തുറന്നു പറയുന്നത്. ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം എടുത്ത ഫോട്ടോസ് അല്ല. ഇതൊക്കെ ഞങ്ങൾ ഫോറിനിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വെച്ചെടുത്ത ഫോട്ടോസാണ്. അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് മനസ്സിലായില്ല. അവൾ ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ഫോറിനിൽ ഒരുമിച്ചാണ് പഠിച്ചതെന്നോ? അതെ, ഞാനും മേഘയും ഫോറിനിലാണ് പഠിച്ചത്. ഞങ്ങൾ രണ്ടുപേരും പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു വീടെടുത്തിട്ട് ഒന്നിച്ചാണ് ജീവിച്ചത്. ആരും അറിയാതെ അവിടെയുള്ളൊരു ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ കല്യാണവും കഴിച്ചു. മനീഷ് പറയുന്ന ഓരോരോ വാക്കുകൾ കേൾക്കുന്തോറും ചന്ദ്രികയ്ക്ക് ഞെട്ടലാണ്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, അങ്ങനെ ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് ഞങ്ങൾ അവിടെ ജീവിച്ചു. മനീഷ് പറയുന്നത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ചന്ദ്രിക ഉള്ളത്. അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അപ്പോൾ മനീഷ് പറയാണ്, എൻ്റെ മേലെ സത്യം, ഞാനും മേഘയും പ്രണയിച്ച് ഒന്നിച്ചാണ് ജീവിച്ചത്. ഇത്രയും കാലം അച്ഛൻ ആരാണെന്ന് പോലും വളർന്ന കുട്ടിയില്ലേ പ്രിയ, ആ പ്രിയ എൻ്റെ മോളാണ്. അത് കേട്ടതും ചന്ദ്രികയ്ക്ക് അടുത്ത ഞെട്ടലാണ്. ചന്ദ്രിക അതിശയത്തോട് ചോദിക്കുകയാണ്, പ്രിയ നിങ്ങളുടെ മോളാണോ? അതെ ചന്ദ്രിക, ഫോറിനിൽ വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ മരിച്ചു പോയെന്ന് കരുതിയിട്ട് മേഘ ഇന്ത്യയിലേക്ക് വന്നു. 6 മാസം ഞാൻ കോമയിലായിരുന്നു. എനിക്ക് ബോധം വന്ന സമയത്ത് മേഘ അവിടെ ഉണ്ടായിരുന്നില്ല. മേഘയെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. എന്നാൽ അവൾക്ക് കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞതും ഞാൻ ശരിക്കും തകർന്നുപോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്താണ് ഞാൻ മേഘയെ നേരിട്ട് കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മേഘ ഇതുവരെയും ആരെയും കല്യാണം കഴിച്ചിട്ടില്ല എന്നും പ്രിയ എൻ്റെ കുട്ടിയാണെന്നും. മനീഷ് പറയുന്ന ഓരോരോ കാര്യങ്ങൾ കേൾക്കുന്തോറും ചന്ദ്രയ്ക്ക് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് അവൾ അവനോട് പറയുകയും ചെയ്തു, മനീഷ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ മനീഷും പറയുന്നുണ്ട്, എനിക്കും വിശ്വസിക്കാനായിട്ടില്ല. പ്രിയ എൻ്റെ മോളാണ്, മേഘ എൻ്റെ ഭാര്യയാണ്. ചന്ദ്രിക എന്താ അവനോട് പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ മനീഷ് സങ്കടത്തോടെ പറയുന്നുണ്ട്, പക്ഷേ മേഘയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല. പ്രിയയുടെ കൂടെ എന്നെ ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് എൻ്റെ കൂടെ അവൾ ജീവിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്രിക മനീഷ് പറയുന്ന ഓരോരോ വാക്കുകളും കേട്ട് നിൽക്കുകയാണ്, തിരിച്ചൊന്നും പറയാനാവാതെ. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും മേഘയെ കൺവിൻസ് ചെയ്ത് അവളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മേഘയില്ലാത്ത ഒരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടെ സാധിക്കില്ല. ചന്ദ്രിക ശരിക്കും ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. എന്താണ് മനീഷിനോട് പറയേണ്ടതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതേസമയം ക്ഷേത്രത്തിൽ തന്നെയാണ് മഹേന്ദ്രനും ലക്ഷ്മിയും മേഘയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉള്ളത്. ആ സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മിയും കൂടെ പൂജാരിയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മകൾക്ക് ഒരു പയ്യനുമായിട്ട് കല്യാണം ഉറപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തടസ്സങ്ങളൊന്നുമില്ലാതെ നടത്താൻ വേണ്ടി എന്തെങ്കിലും പരിഹാരമുള്ള പൂജ ഉണ്ടോയെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അങ്ങനെയുള്ളൊരു പൂജ ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന അതേ പയ്യനുമായിട്ട് നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ 11 വിളക്കുകൾ അവിടെ കൊളുത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ വിളക്ക് കൊളുത്തുന്ന സമയത്ത് അതിലുള്ള എണ്ണ മുഴുവനായിട്ട് കത്തി തീരുന്നത് വരെ ഒരു വിളക്ക് പോലും അണയാൻ പാടില്ല. പൂജാരി മഹേന്ദ്രനോടും ലക്ഷ്മിയോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മേഘയും മുത്തശ്ശിയും അതുപോലെ ആരതിയും വാസുവും ജാനകിയൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരും അവിടെ മാറി നിന്നിട്ട് അതൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ പൂജാരി ലക്ഷ്മിയോട് പറയുന്നുണ്ട്, അതിലുള്ള ആ വിളക്ക് കത്തിച്ചതിൽ നിന്ന് എണ്ണ തീരുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു വിളക്ക് അണഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കില്ല.
അത് കേട്ടതും ലക്ഷ്മിയുടെ മഹേന്ദ്രൻ്റെ മുഖത്തൊരു ടെൻഷൻ നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂജാരി പറഞ്ഞു കൊടുക്കുകയാണ്, ആ വിളക്കിൽ തിരി കത്തുന്നതിൽ ഒന്നുപോലും അണയാതിരുന്നാ നിങ്ങൾ എന്താണോ വിചാരിച്ചത് ആ കാര്യം തീർച്ചയായിട്ടും നടക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ മോൾക്കും ആ പയ്യനും കല്യാണം തീർച്ചയായിട്ടും നടക്കും. ഇപ്പോൾ തന്നെ വിളക്ക് വെച്ചാലോ സ്വാമി? ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും, അദ്ദേഹം പറയാണ്. അങ്ങനെ പൂജാരിയോട് പറഞ്ഞിട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും കൂടിയിട്ട് ആ വിളക്ക് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശിയും മേഘയും ആരതിയും കൂടിയിട്ട് പൂജാരിയുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് പൂജാരിയോട് പറയാണ്, എൻ്റെ പേരക്കുട്ടിക്കും വിളക്ക് കത്തിക്കണം എന്നുണ്ട്, എന്തെങ്കിലും പരിഹാരമുണ്ടോ സ്വാമി? അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമാണ് പരിഹാരം. നിങ്ങളും 11 വിളക്ക് കത്തിച്ചോളൂ. ആ വിളക്കിലുള്ള എണ്ണ തന്നാലെ തീരുന്നത് വരെ ഒരു വിളക്ക് പോലും അണയാൻ പാടില്ല. അദ്ദേഹം പറയുന്നത് കേട്ടതും മേഘ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ വിളക്കിൽ ഏതെങ്കിലും ഒന്ന് അണഞ്ഞു പോയാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല, കല്യാണവും നടക്കില്ല. 11 വിളക്കും ആ എണ്ണ തീരുന്നത് വരെ അണയാതിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റും. നിങ്ങളുടെ പേരക്കുട്ടിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കും. ശരി സ്വാമി. അങ്ങനെ മേഘയെ വിളിച്ചുകൊണ്ട് മുത്തശ്ശിയും പോവുകയാണ്. സ്വാമി പറഞ്ഞതുപോലെ സന്നിധിയിൽ 11 വിളക്ക് നമുക്ക് കത്തിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ സമയം കൊണ്ട് മഹേന്ദ്രനും ലക്ഷ്മിയും വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി അവിടെ നിലത്തിരുന്നിട്ട് 11 വിളക്കും കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ടാണ് മേഘയും അതുപോലെ തന്നെ ജാനകിയും വാസു ആരതിയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു മരത്തിന് മുന്നിലായിട്ടാണ് മേഘ വിളക്ക് കത്തിക്കുന്നത്. വിളക്കുകൾ മുഴുവൻ കത്തിച്ചതിന് ശേഷം ലക്ഷ്മിയും മഹേന്ദ്രനും അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ചെറുതായിട്ടൊരു കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മിയാണ് കത്തിച്ച വിളക്കുകൾ ഇങ്ങനെ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിക്ക് പേടിയാവുകയാണ് ആ വിളക്കുകൾ ഇപ്പോൾ അണയുമെന്ന് വിചാരിച്ചിട്ട്. അവർ ഭയത്തോടെ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ ഈ വിളക്കിപ്പോൾ കത്തുന്നത് നിൽക്കുന്ന തോന്നുന്നത്. അപ്പോൾ മഹേന്ദ്ര സമാധാനിപ്പിക്കുകയാണ്, ടെൻഷൻ ആവേണ്ട ലക്ഷ്മി, ഒന്നും സംഭവിക്കില്ല. രണ്ടുപേരും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയം കൊണ്ട് മേഘ അവരുടെ 11 വിളക്കും കത്തിച്ചിട്ട് പ്രാർത്ഥനയോടുകൂടി അവിടെ നിൽക്കുകയാണ്. അപ്പോഴും ലക്ഷ്മി ഇങ്ങനെ പേടിയോടെ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ ഈ വിളക്ക് പോയി പോകുമെന്ന് എനിക്ക് പേടിയാവുന്നു. ലക്ഷ്മി, ദൈവം നമ്മളെ കൈവിടില്ല, നീ വിശ്വാസത്തോടെ നിൽക്ക്. മഹേന്ദ്രൻ വീണ്ടും ആശ്വസിപ്പിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി തെളിയിച്ച് വെച്ച വിളക്കിലെ എണ്ണയൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സമാധാനത്തോടു കൂടി പൂജാരിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, സ്വാമി ഞങ്ങൾ കത്തിച്ച വിളക്കിലെ തീയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല സ്വാമി. ഞങ്ങൾ വിചാരിച്ചതുപോലെ ഞങ്ങളുടെ മോളുടെ കല്യാണം നടക്കുമോ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നല്ലൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മകൾക്ക് വേണ്ടി ആരെയാണോ കണ്ടുപിടിച്ചത് അവരുമായിട്ട് നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കും. കേൾക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. മഹേന്ദ്രനും പറയുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ പോയ സമയത്ത് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് നന്നായിട്ട് ശക്തിയായിട്ട് കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മേഘ കത്തിച്ച വിളക്കുകളിലെ തീയൊക്കെ ഇങ്ങനെ പാളിക്കൊണ്ടേ ഇരിക്കുകയാണ്. മേഘ ടെൻഷനോടുകൂടിയാണ് നിൽക്കുന്നത്. മേഘ പേടിയോടെ മുത്തശ്ശിയെ ഇങ്ങനെ നോക്കുകയാണ്, തീ പോയിപ്പോകുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ മുത്തശ്ശി സമാധാനിപ്പിക്കുന്നുണ്ട്, അതൊന്നും പോവില്ല, നീ ടെൻഷൻ അടിക്കാതെ. അവരുടെ ശബ്ദം കേട്ടിട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാറ്റിൻ്റെ ശക്തി കൂടുകയും മേഘ തെളിയിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ദീപങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് അണഞ്ഞുകൊണ്ടേയിരുന്നു. വാസുദേവൻ അടക്കം എല്ലാവരും വാപൊത്തി നിൽക്കുകയാണ്. അങ്ങനെ അണഞ്ഞത് ഒട്ടും നല്ലൊരു ശകുനായിട്ട് അവർക്ക് തോന്നുന്നില്ല. മാത്രമല്ല ലക്ഷ്മി കത്തിച്ച വിളക്കുകളൊക്കെ അപ്പോഴും അവിടെ അണയാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി ജാനകിയോട് പറയുന്നുണ്ട്, എന്താ ഇത്, അപശകുനം പോലെ കത്തിച്ച എല്ലാ വിളക്കുകളും അണഞ്ഞല്ലോ. അപ്പോൾ മേഘ ദേഷ്യത്തോടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ തന്നെ വരാത്തത്. നിങ്ങളാണ് എന്നെക്കൊണ്ട് ഈ വിളക്ക് എടുക്കാൻ പറഞ്ഞത്. ഇപ്പം നോക്ക്, വിളക്കൊക്കെ അണഞ്ഞുപോയി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ ടെൻഷൻ ആവല്ലേ മേഘ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. പരിഹാരം ചെയ്തിട്ട് നമുക്കിതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കാം. അതൊക്കെ കേട്ട സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയാണ്, മേഘ മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സിദ്ധുവിനെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കുള്ളൂ. അത് കേട്ടതും മഹേന്ദ്രനും ലക്ഷ്മിയും ഞെട്ടിയിട്ട് ജാനകിയെ നോക്കുകയാണ്. അപ്പോഴാണ് മേഘയ്ക്ക് സമാധാനമായത്. അണഞ്ഞുപോയ വിളക്ക് നോക്കി നിൽക്കുകയാണ് അവൾ. അപ്പോൾ ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, എന്താ ഏട്ടാ ജാനകി ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മുടെ വിളക്കുകളാണ് അണയാതെ നിന്നത്. എന്നിട്ടും മേഘയുടെ വിളക്കുകൾ അണഞ്ഞാലും അവൾക്ക് തന്നെ സിദ്ധുവിനെ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് വാശി പിടിക്കുകയാണ്. എന്താ ജാനകി ഇങ്ങനെ മാറിയത്? അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, കാലം ജാനകിക്ക് എല്ലാം തെളിയിച്ചു കൊടുക്കും. നീ വെറുതെ ടെൻഷൻ ആവേണ്ട ലക്ഷ്മി. ദൈവം നമുക്കൊപ്പാണുള്ളത്. മേഘ തെളിയിച്ച വിളക്കുകളൊക്കെ അണഞ്ഞു, പക്ഷെ നമ്മൾ തെളിയിച്ച വിളക്ക് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം തീർച്ചയായിട്ടും നടക്കുന്നല്ലേ നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. അത് കേട്ട സമയത്താണ് ലക്ഷ്മിക്കും കുറച്ച് സമാധാനമായത്. ഏട്ടൻ പറഞ്ഞത് ശരിയാണ്, നമ്മൾ ചെയ്ത ആ ഒരു കാര്യം ദൈവം ഏറ്റെടുത്തു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചന്ദ്രികയുടെ പേരിൽ പൊങ്കൽ ചെയ്താലോ, വാ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രനെയും കൂട്ടിക്കൊണ്ട് പോവാണ്.
ആ സമയത്ത് മേഘയും കൂട്ടിക്കൊണ്ട് പൊങ്കലിനുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് അവരും പോകുന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് സൈഡിൽ നിന്നിട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ടും മറ്റൊരു ഭാഗത്ത് മേഘ പൊങ്കൽ വെക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും ആരതിയും കൂടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.